എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നീ ഇല്ലെങ്കിൽ ഞാനില്ല, എനിക്ക് നിന്നെ വേണമെന്ന് ആ വ്യക്തി പറയുമെന്നതിനെ കുറിച്ചാണ്. ടാറോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആണോ എന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ജനറൽ റീഡിങ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയിൽ ഐ ഡി നൽകിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും പേരും മെയിൽ ചെയ്യുക. ഞങ്ങൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായ റീഡിംഗ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നീ ഇല്ലെങ്കിൽ ഞാനില്ല, എനിക്ക് നിന്നെ വേണമെന്ന് ആ വ്യക്തി പറയും. 3 ടാരോട്ട് കാർഡുകൾ. അതിലൊന്നാമത്തേത് ലവേഴ്സ് എന്ന കാർഡാണ്. സ്വാഭാവികമായിട്ടും ഈ കാർഡ് പ്രണയത്തെ സൂചിപ്പിക്കുന്നു. ആ വ്യക്തിയുടെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ തീർച്ചയായിട്ടും പ്രണയമുണ്ട്. പ്രണയം ഇല്ലാതെ വരില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. നിങ്ങളൊരു പക്ഷെ ഒന്നാവാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ ആ മനസ്സാണ് ഇതിൽ നിന്ന് കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെ കൂടിയേ തീരൂ, നിങ്ങളെ ലഭിച്ചേ തീരൂ. തീർച്ചയായിട്ടും ഹൃദയത്തിൽ അതുതന്നെയാണ് പറയുന്നത്. ഹൃദയത്തിൽ നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. കൂടുതൽ പറയേണ്ട കാര്യമില്ല. മനോഹരമായൊരു ബന്ധത്തിൻ്റെ ചിഹ്നമാണിത്. ഇതിൻ്റെ അർത്ഥം ആത്മീയമായി ഒന്നാകാം നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആത്മബന്ധത്തിൽ ശക്തമായ ആകർഷണവുമുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ആൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ആളാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ അകമൊഴിഞ്ഞ് സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് അങ്ങനെ വരികയാണ്. ഒരുപക്ഷെ കറണ്ട് സിറ്റുവേഷനിൽ അത് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നും. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് രണ്ടാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. 3 ഓഫ് സോർഡ്സ്, 3 വാളുകളാണ്. എല്ലാ ബന്ധങ്ങളും എപ്പോഴും മധുരമുള്ളതാകണമെന്നില്ല. ഈ കാർഡ് ഹൃദയവേദനയും ദുർഘടമായ അനുഭവങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ചില ബന്ധങ്ങളിൽ വളരുന്ന വെല്ലുവിളികളുണ്ട്. അതായിരിക്കാം. നിങ്ങൾ ഈ ബന്ധത്തിൽ വേദനിക്കുന്നു. രക്തം പൊടിയുന്ന വേദന നിങ്ങൾക്കുണ്ടാകുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. അവഗണനകൾ, സമാധാനക്കുറവ്, അങ്ങനെ പരീക്ഷണങ്ങളുടെ ഒരു വലിയ കൂമ്പാരം നിങ്ങൾക്കെപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നു. ഒന്നിനു പുറകെ ഒന്നായി വേദനകൾ ഉണ്ടാകുന്നു. ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു പോവുകയാണ്, വേണ്ടായിരുന്നു, ഈ ബന്ധം വേണ്ടായിരുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും വേദന സമ്മാനിക്കുന്ന ഈ ബന്ധം എന്തിന് ഞാൻ തിരഞ്ഞെടുത്തു? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ആ വ്യക്തിയും ചിന്തിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം. നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടും എന്നെ സ്നേഹിക്കാത്തതിൻ്റെ വേദനയാകാം. മിക്കവാറും അതാകാനാണ് സാധ്യത. ഇത്രയേറെ ഞാൻ ഹൃദയം തുറന്ന് പറഞ്ഞിട്ടും, ഇത്രയേറെ ഞാൻ മനസ്സ് തുറന്ന് പറഞ്ഞിട്ടും എന്നെ ആ വ്യക്തി സ്നേഹിക്കുന്നില്ല, എന്നെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ആ വ്യക്തി ഇല്ലാത്തത്? എനിക്കെന്താണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ സ്ഥാനം നൽകാത്തത്? എന്നെ എന്താണ് ആ വ്യക്തി അവഗണിക്കുന്നത്? അങ്ങനെ പല പല ചോദ്യങ്ങളും പല പല ചിന്തകളും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നു. ആത്യന്തികമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അവസാനം ആ വ്യക്തി പറയും ഈ വെല്ലുവിളികൾക്കപ്പുറത്തേക്ക്, നീ ഇല്ലെങ്കിൽ ഞാനില്ല, എനിക്ക് നിന്നെ വേണമെന്ന് തന്നെ പറയും. അതാണ് നമുക്ക് കാണാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. ദി എംബ്രൻസ് എന്ന് പറയുന്ന കാർഡാണ്. മൂന്നാമത്തെ കാർഡ് എംബ്രൻസ് ആണ്. സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, വളർച്ചയുടെ ആവശ്യം ഇവിടെ കണക്കാക്കുന്നു. നിങ്ങൾ ഒന്നിക്കണം, നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ്. നിങ്ങൾ രണ്ടായിട്ട് പോയാൽ ശരിയാകില്ല. നിങ്ങൾ ഒന്നിച്ചേ മതിയാകൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും മാറ്റി നിങ്ങൾ ഒരുമിച്ച് തന്നെ പോകണം. ഇതൊരു പുതിയ തലത്തിലുള്ള പരിവർത്തനമാണ്. ഈ ബന്ധം ഇപ്പോഴും പ്രശ്നങ്ങൾ മറികടന്ന് കൂടുതൽ ആത്മാർത്ഥതയും അടുപ്പവും നേടാനുള്ളതാണ്. അതായത് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, അകൽച്ചകൾ, മാനസിക പൊരുത്തമില്ലായ്മ, ഇതൊക്കെ മാറാൻ പോവുകയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ കണ്ടെത്തുന്നു
പിന്നെ സങ്കീർണതകളുണ്ടാകുന്നു, വിഷമം ഉണ്ടാകുന്നു, ദുഃഖം ഉണ്ടാകുന്നു. പക്ഷെ അവസാനം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രണയിച്ചേ മതിയാകൂ, നിങ്ങൾ ഒരുമിച്ചേ മതിയാകൂ. നിങ്ങളുടെ ജീവിത ദൗത്യം അല്ലെങ്കിൽ ജീവിതോദ്ദേശം തന്നെ പരസ്പരം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതിനിടയിൽ പല പ്രതിബന്ധങ്ങളും പല തടസ്സങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവും. വേണ്ടെന്നും വേണമെന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. പക്ഷേ ജീവിതം നിങ്ങൾക്ക് നൽകുന്ന ദൗത്യം എന്ന് പറയുന്നത് ഒരുമിക്കാനാണ്, സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്നെന്നും ഒളിപ്പിച്ചു വച്ചിട്ടുള്ള, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്നെന്നും കാത്തുവച്ചിട്ടുള്ള ആ പരമമായ സത്യം നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അതിലൂടെയാണ് നിങ്ങൾക്ക് ആത്മസംതൃപ്തി ലഭിക്കുന്നത്, മനഃശാന്തി ലഭിക്കുന്നത്. ആ വ്യക്തിയെ ആ വ്യക്തിക്ക് നിങ്ങളെയും അവഗണിക്കാൻ കഴിയില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ആ വ്യക്തി പറയും, നീ ഇല്ലെങ്കിൽ ഞാനില്ല, എനിക്ക് നിന്നെ വേണമെന്ന്. അതിനൊരു സംശയവും വേണ്ട. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം.